ഇത് താളത്തിൽ അറിയാമോ? ഇത് തബല ഞാൻ പഠിക്കാൻ പോകുന്നത്. അമ്മ ചെണ്ടൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഇതിന്റെ താളത്തിന് ചൊല്ല് വായിച്ചതിന്റെ ചൊല്ലറിയാമോ? അപ്പൊ ആരാ പഠിക്കുന്നത്? തവല തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ, ശരി ശരി. അപ്പൊ നിങ്ങൾക്ക് മറ്റേ ആർക്കും ഈ തബല, മൃദംഗം, ഈ വയലിലൊക്കെ വായിക്കുന്ന പിള്ളേരെ കണ്ടില്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾ ഇപ്പൊ സ്റ്റേജിലൊക്കെ കാണാറില്ലേ? അതൊന്നും പഠിക്കാനൊന്നും ആഗ്രഹമില്ല നിങ്ങൾക്ക് ആർക്കും? ഓ ശരി ശരി ശരി. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സിനിമാടന്മാരെ ആരാ ഇഷ്ടം ഏറ്റവും കൂടുതൽ? കലാഭവൻ മനസ്സിലായല്ലോ പറയാം. പിന്നെ വേറെ മമ്മൂട്ടി ഇഷ്ടമല്ല? ഇഷ്ടമല്ല? വിജയ് ഫാനാണോ? തല ആദ്യത്തെ മലയാള നടന്മാർക്കൊന്നും ഒരു വിലയില്ലേ. തമിഴ് നടൻ എനിക്കറിയാം. വിജയ് ഫാനുള്ള ഒത്തിരി കുട്ടികളെ എനിക്കറിയാം. മോഹൻലാലിനെയും ഈ പൃഥ്വിരാജിനെയും ടോവിനോയും ഒന്നും ഇഷ്ടമല്ല. എന്തിനാണ് മറ്റേ ഉണ്ണി മുകുന്ദൻ, ഫഹദ് ഫാസിൽ ഇഷ്ടമാണോ? നിവിൻ പോളി. ഇവിടെ കടമ്പനാട് ഒരു സിനിമ നടനുണ്ട്, അറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇപ്പൊ ഏറ്റവും ഒടുവിൽ വെബ് സീരീസിലൊക്കെ അഭിനയിച്ച് ഇന്നിവിടെ ഗസ്റ്റ് ആയിട്ട് വരേണ്ട ആളായിരുന്നു. വെബ് സീരീസിലൊക്കെ അഭിനയിച്ച് ഇപ്പൊ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ഒരു നടനുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? എഴുതിട്ട് പറയൂ. ആരാ മോനെ? പേരറിയാമോ? അറിയാമോ? ഇവിടെ കടമ്പനാടുള്ള നടൻ പൊന്മാൻ സിനിമയ്ക്ക് ഇപ്പൊ ഇറങ്ങിയ സിനിമയ്ക്ക് അഭിനയിച്ച് ആളെ അറിയാമോ മോനെ? അറിയാമോ? പേരാണോ ഓർക്കുന്നത്? അറിയാമോ? പേരറിയാമോ? അറിയാമോ? വാ, പേര് പറഞ്ഞോ. അറിയാമോ? അറിയത്തില്ലേ? ഏത് പേര്? ഇവിടെ നിങ്ങളുടെ ഈ കടമ്പനാടുള്ള ഒരു സിനിമ നടനുണ്ട്, നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമോ? പൊന്മാൻ സിനിമ കണ്ടോ ആരെങ്കിലും? കണ്ടോ? അപ്പൊ അപ്പൊ ആ സിനിമാ നടൻ എന്റെ പേര് കടമ്പനാടൻ എന്നാണ്, പ്രസാദ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒത്തിരി ഷോർട്ട് ഫിലിമിലും വെബ് സീരീസിലും ഒക്കെ അഭിനയിച്ച്. നിങ്ങൾ ഈ ഒതലങ്ങാത്തൂത്ത് എന്നൊക്കെ പറയുന്ന വെബ് സീരീസ് കാണാറില്ലേ? ശരി. അജിത്തെ, ഒതലങ്ങാത്തൂരത്താണല്ലോ. ഒതലങ്ങാത്തൂരത്ത് നല്ല മണ്ണൊക്കെ ഉള്ള ചെള്ളൊക്കെ ഉള്ള അങ്ങനെ അറിയാമോ? നല്ല ഭയങ്കര വണ്ണം വയറൊക്കെ ആയിട്ട് അറിയാമോ? അത് നിങ്ങളുടെ നാട്ടുകാരനാ. കടമ്പനാട് കാലിന് ഒരു ആക്സിഡന്റ് പറ്റി നോക്കുമല്ലോ വരാതിരിക്കുന്നത്. അപ്പം കടമ്പനാടൻ എന്ന് കേട്ടാൽ ഇനി ആരെ ഓർക്കണം? ആ നടനെ ഓർക്കണം. ബാബുലിവാരെന്ന് കേട്ടാൽ ആരെ ഓർക്കണം? എന്നെ ഓർക്കൂ. ബാബുലിവാർ എന്ന് പറഞ്ഞ വേറൊരു മന്ത്രിയുണ്ട്. പക്ഷെ ആദ്യം ഓർക്കേണ്ടത് എന്നെയാ, കാരണം ഞാൻ ഇവിടെ വന്നില്ല അതുകൊണ്ട്. അപ്പോ ഇനി രക്ഷകർത്താക്കളോട് ഒന്നുകൂടി അടുത്ത പ്രോഗ്രാം ആണ്. മൊറവും ചെലവൊക്കെ വന്നു കഴിഞ്ഞു. നല്ലൊരു ഗംഭീര പ്രോഗ്രാം. അദ്ദേഹം ഇന്ന് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഞാൻ സ്കൂളിലേക്ക് വിളിച്ച് ആവശ്യമായിട്ട് വന്നതാണ്. നിങ്ങളുടെ നാട്ടുകാരാണ്. അതേ ഒരു പ്രോഗ്രാം അവിടെ നടത്തും. അപ്പൊ രക്ഷകർത്താക്കൾ കുഞ്ഞുങ്ങളുടെ അവരിപ്പം പോലീസ്, SI, കളക്ടർ എന്നൊക്കെയുള്ള ഡോക്ടർ എന്നൊക്കെയുള്ള ആഗ്രഹം പറഞ്ഞെങ്കിലും അതവിടെ കുഞ്ഞു മനസ്സിലെ ചിന്തകളാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് മാറാം. എന്താണോ ഇവരുടെ ടാലന്റ്, ഇവർക്ക് എന്താണോ ഇവരുടെ കഴിവ്, അവര് വീട്ടിലിരിക്കുന്ന റേഡിയോയോ ടേപ്പോ വല്ലോ അഴിച്ചു പറക്കിയാൽ ഉറപ്പിച്ചോണം അവന് ഇലക്ട്രോണിക്സ് ആണ് സെൻസ്. മൊബൈൽ ഫോൺ അഴിച്ചാൽ അവൻ മൊബൈൽ ടെക്നീഷ്യൻ ആകാനാണ് ആഗ്രഹിക്കുന്നത്. ഡെസ്കെ താളം പിടിച്ചാൽ നിങ്ങൾ അവനെ ഒരു ആർട്ടിസ്റ്റ് ആക്കൂ. മൃദംഗം പഠിപ്പിക്കൂ, തബല പഠിപ്പിക്കൂ. നിങ്ങൾക്കറിയോ, നമ്മള് എന്റെ മോൻ മെയിനായിട്ട് കീബോർഡാണ്. കീബോർഡ് പ്രോഗ്രാമിംഗ് പഠിക്കുക. ചോദിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമാണ്. എന്താ കീബോർഡ്? ഇതിനോട് ജീവിക്കാൻ പറ്റുമോ? ഒരു നല്ല അടിസ്ഥാനപരമായ ഒരു സംഗീത ഉപകരണം പഠിച്ചിറങ്ങുന്ന ഒരാളുടെ ശമ്പളം ഒരു മാസം നമുക്ക് നിജപ്പെടുത്താൻ പറ്റത്തില്ല. ലക്ഷങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ എല്ലാം കൂടി എടുത്താൽ 50 വയലിൻ വായിക്കുന്ന ആളുകളില്ല, 100 തബലിസ്റ്റുകളില്ല. അപ്പം കുട്ടികളുടെ ടാലന്റ് എന്താണോ, അവരെന്ത് പറയുന്നോ, അവരെ പാട്ട് പഠിപ്പിക്കുക, ഉപകരണങ്ങൾ, സംഗീതങ്ങൾ എന്താണോ ടാലന്റ് അത് കണ്ടെത്തി അധ്യാപകരോടൊക്കെ സംസാരിച്ച് അതും നമ്മുടെ നാട്ടുപുറത്തുള്ള സ്കൂളുകളിൽ വിട്ട് അതും കൂടെ പ്രോത്സാഹിപ്പിച്ചു വരുമ്പോൾ എല്ലാം നടക്കും.
ഒരു ഉപകരണ സംഗീതം പഠിക്കുമ്പോൾ അവർക്ക് അത്രയും ഒരു മാനസികമായി വളർച്ച ഉണ്ടാവും. അങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകേണ്ടത്. ഇനി നിങ്ങൾ ആരൊക്കെ കാണുമ്പോൾ നിങ്ങൾ ബഹുമാനിക്കുന്നത്? നിങ്ങൾ എവിടെ തിരിക്കുക? നിങ്ങളിപ്പം നിങ്ങളുടെ വീട്ടിന്റെ വരാന്തയിൽ ഇരിക്കുകയാണ്, അവിടോട്ടൊരു ആര് വന്നാൽ നിങ്ങൾ എഴുന്നേക്കും? നിങ്ങൾ വീടിന്റെ തിണ്ണയിൽ ഇരിക്കാം, തിണ്ണെന്ന് പറയാം, ഇരിക്കാം. അപ്പം ആര് വന്നാൽ എഴുന്നേക്കും? ആര് വന്നാൽ നിങ്ങൾ എഴുന്നേക്കും? ഉറക്കെ പറഞ്ഞേ. എഴുന്നേക്കും. നമ്മുടെ പ്രായത്തിൽ മുതൽ ആര് വന്നാലും എഴുന്നേക്കും അല്ലേ? പ്രായത്തിൽ മൂത്തവരെ, അധ്യാപകരെ നമ്മൾ വിളിക്കേണ്ട രീതിയിൽ വിളിക്കണം. ചേട്ടന്ന് വിളിക്കേണ്ടവരെ ചേട്ടാന്ന് വിളിക്കണം, അച്ഛാന്ന് വിളിക്കേണ്ടവരെ അച്ഛാന്ന് വിളിക്കണം, അപ്പൂപ്പാന്ന് വിളിക്കേണ്ടവരെ അപ്പൂപ്പാന്ന് വിളിക്കണം. നമ്മൾ എല്ലാവരോടും ബഹുമാനിക്കണം. തൊണ്ട തുറന്ന് സംസാരിക്കണം. നല്ല ഉച്ചത്തിൽ സംസാരിച്ച് പഠിക്കണം, ചടുലമായി സംസാരിക്കണം. ഈ ന്യൂ ജനറേഷൻ നമ്മുടെ മുടിയില്ലേ, മുടിവെട്ട്, അതൊന്നും ചെയ്യരുത്. ആ മുടിവെട്ട് കണ്ടാൽ തന്നെ പോലീസുകാർ പോകും. പോലീസുകാർ ഇപ്പൊ ആദ്യം പിടിക്കുന്നത് ആ ഹെയർ സ്റ്റൈലേറിയാണ്. അറിയത്തില്ലേ, ഇവിടെയൊക്കെ ഒരുമാതിരി പഠിച്ചിറക്കിയിട്ട് ഇങ്ങനെ മേളൊരു കിരീടം വെച്ചിട്ട് നടക്കുന്നുള്ള. അപ്പൊ എല്ലാവരുടെയും സ്നേഹവും ഇത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. സച്ചിൻ ടെണ്ടുൽക്കർ അറിയാമല്ലോ നിങ്ങൾക്ക്? അറിയാമോ? ആരാണ് സച്ചിൻ ടെണ്ടുൽക്കർ? പറ. ക്രിക്കറ്റർ അല്ലെ? ക്രിക്കറ്റർ. സച്ചിൻ ടെണ്ടുൽക്കർ ലോകത്തിലെ ഏറ്റവും നല്ല ക്രിക്കറ്റർ ആണെന്നാണ് പറയുന്നത്. വെയ്പ്പ് മാധ്യമങ്ങളെ എഴുതുന്നത് കേൾക്കുന്നു. ഒരു മിനിറ്റ്, നിങ്ങൾ സച്ചിൻ ടെണ്ടുൽക്കർ ഇഷ്ടമല്ലേ? അപ്പൊ സച്ചിന് അങ്ങനെ ഏറ്റവും നല്ല ക്രിക്കറ്റർ എന്ന് പറയപ്പെടുന്നത് സച്ചിന്റെ ഗ്രൗണ്ടില് സിക്സർ അടിച്ചതിന്റെയും 4 അടിച്ചതിന്റെയും അല്ല. കേൾക്കുന്നുണ്ടോ മോളെ? ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറെ ഏറ്റവും നല്ല ക്രിക്കറ്റർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പെരുമാറ്റം കൊണ്ടാണ്. പെരുമാറ്റം, നമ്മൾ ഒരാളോട് പെരുമാറുന്നത്, ഇടപെടുന്നത്, സംസാരിക്കുന്നത്, അതിലാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഏറ്റവും നല്ല ക്രിക്കറ്റർ എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹം അടുത്ത 2 വർഷം മുമ്പ് തിരുവനന്തപുരത്ത് വന്നപ്പോ റോഡിങ്ങനെ ഭയങ്കര സെക്യൂരിറ്റിയിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി നിർത്താൻ പറഞ്ഞു. ഡ്രൈവറോട് വണ്ടി നിർത്തി സമീപത്തുകൂടി ഹെൽമെറ്റ് ഇല്ലാതെ പോയ ഒരു ചേച്ചിയോട് ഹെൽമെറ്റ് ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യണമെന്ന് ക്ലാസ് താരത്തിൽ പറഞ്ഞു. മാധ്യമങ്ങളൊക്കെ വലിയ വാർത്തയായിരുന്നു. അപ്പൊ നമ്മളെ ഇടപെടി എല്ലാവരോടും മര്യാദയ്ക്ക് സംസാരിക്കണം, തൊണ്ട തുറന്ന് സംസാരിക്കണം, ആത്മാർത്ഥമായി സംസാരിക്കണം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പോയാൽ നിങ്ങൾക്ക് വലിയ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഈ സ്വപ്നങ്ങളെല്ലാം നമുക്ക് നേടാനായിട്ട് സാധിക്കും. അശ്വിൻ റെഡിയാണോ? അശ്വിൻ റെഡിയാണോ? അപ്പം അശ്വിന്റെ ചെറിയ പരിപാടിയുടെ കഴിഞ്ഞിട്ട് അശ്വിനെ എല്ലാവരും എത്ര സമയം എടുക്കും? അത്രയും വേണോ? അപ്പം ടീച്ചറെ നമുക്ക് ഇനിയിപ്പം അദ്ദേഹത്തിന് ഒരു ചെറിയ പഠനം, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു 4 പാട്ട് അവിടെ പോയിട്ട് ചെയ്യും. കുഴപ്പമില്ലല്ലോ? അശ്വിന് ഇവിടെ എല്ലാവർക്കും അറിയാം. അശ്വിന്റെ ഒരു ക്ലാസ്മേറ്റ് ടീച്ചർ ഉണ്ടെന്ന് പറഞ്ഞു, അശ്വതി.